ോടുകൂടെ സലാത്ത് പറഞ്ഞാൽ ഞാൻ 2-3 സലാത്ത് ചെയ്തു. اللهم صل على محمد النبي الأمي الحبيب العاجل القليل العظيم الداعي وعلى آله وصحبه وسلم. ഇതിന് ദഖീറത്തുൽ ഖൈർ എന്നാ പേര്. ഈ സലാത്ത് ഒരു ദിവസം കിടക്കാൻ നേരത്ത്, കിടക്കാൻ നമ്മൾ പോയി കിടക്കുമല്ലോ, ആ കിടക്കാൻ നേരത്ത് വെറുതെ കാര്യങ്ങൾ കിടക്കുമ്പോഴല്ലേ നമ്മൾ കിടക്കേണ്ടത്. ഒന്നുണ്ടാക്കിയ പിടിച്ചോ രണ്ടാക്കി നിസ്കരിച്ച് പാത്തിയും കൊള്ളും ഒന്നും അല്ലെങ്കിൽ പാത്തിയും കൊള്ളും ഇഖ്ലാസും ആൽബത്തെയും കൊള്ളും ആയത്തുൽ കുർസിയും കൊള്ളും. ആ കൂട്ടത്തിൽ ഈ സലാത്തും ചൊല്ലിക്കും. 10 ചൊല്ലിയാൽ മതി. വെള്ളിയാഴ്ച രാവ് അല്ലാത്ത ദിവസം, വെള്ളിയാഴ്ച രാവ് 100 ചൊല്ലിക്കോ. അങ്ങനെ പതിവായിട്ട് ചൊല്ലിയാൽ നമ്മളെ ആഖിബത്തിന്റെ കാര്യം ചിന്തിക്കണ്ട. കശ്ഫിന്റെ അഹ്ലുകാരെന്ന് പറയുന്നു, നിന്റെ ശരീരം മരിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കൈ കൊണ്ടെടുത്ത് വെക്കുമ്പോഴേന്നാ. പിന്നെ ആഖിബത്തിന്റെ കാര്യം മോശമുണ്ടോ? ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവർക്ക് സഅദത്തുദ്ദാറൈൻ എന്നൊരു ഹദീസിന്റെ കിതാബ്, അല്ല സലാത്തിന്റെ കിതാബ്, ആ സലാത്തിന്റെ കിതാബിൽ താൻ പറയുന്നു ഈ സംഭവം. അതിന്റെ മസ്ജിദിൽ ഒരാളാ പറഞ്ഞത്, അതിന്റെ ഇജാസത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സമ്മതം തന്നു ആ സലാത്ത് ചെയ്തിക്കൊള്ളി. പിന്നെ മറ്റൊന്നെന്തായിത്തീർന്ന് കടം വീടാനുള്ളതാണ്. എല്ലാവരും കടമെന്നല്ലേ പറയുന്നു, കടം വീടാനുള്ളത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വ റസൂലിക വഅലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. ഈ സലാത്ത് എല്ലാ ഒരു ദിവസം രാപ്പകലിൻ്റെ ഇടയിൽ നിസ്കാരത്തിൻ്റെ പിറകെന്നൊന്നുമില്ല, 33 പ്രാവശ്യം ഇല്ല. നന്നക്കടണ്ടെങ്കിൽ 360 പ്രാവശ്യം ഇല്ല. പക്ഷേ കടം വീടാനെന്ന് കരുതിച്ചല്ല, അപ്പൊ അവർ ദുന്യവിയായി പോവും. എന്തുണ്ട് നമ്മൾ പഠിക്കാൻ? സലാത്തങ്ങ് ചൊല്ലിക്കോളൂ. ഈ പൊന്മള ഒരു ദിവസം എൻ്റെ സലാത്തിന് വന്നു, കരുവന്തിരിച്ച് ഒരാളെയും കുട്ടി വന്നു. ഞാൻ ഇന്ന് വന്നത് എന്തിനാണെന്നറിയോ തങ്ങളെ? എൻ്റെ കൂടെ ഒരാളുണ്ട്. തങ്ങൾ എപ്പോഴോ കളപ്പം നിർത്തിയിട്ട് പറഞ്ഞ് കടം വീണ്ടൊരു സ്ഥലത്ത് പറഞ്ഞു കേട്ടിട്ട് അയാളെ ചൊല്ലി അയാൾക്ക് ഒരുപാട് കടണ്ടേ. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ സാധാരണ റൂമിൽ പോയി കരിച്ച് പിടിച്ച് കറങ്ങുമ്പോൾ കിടക്കല്ലോ, അവിടെ നിന്ന് പുറത്ത് നോക്കുമ്പോൾ ഒരു പൊതി കിട്ടി. പൊതിയിൽ പണ. അപ്പം അങ്ങനെ വെച്ചിട്ട് ആരെയൊന്നും വീണ് പോയതാവും എന്ന് മനസ്സിലാക്കി എടുത്തു വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞ്, വൈകുന്നേരം നിങ്ങൾക്ക് ആ ഒരു പൊതി കിട്ടി അവിടെ നിന്ന്. ആ കിട്ടി, അത് നിങ്ങൾക്കുള്ള എടുത്തോളിന്നത്. അത് കഴിഞ്ഞിട്ടുമില്ല. അപ്പം അയാൾ നല്ല തുറന്നു നോക്കി, 6000 ദിർഹമുണ്ട്. ഉറുപ്പ്യല്ല, 6000 ദിർഹമുണ്ട്. പെൺമകളോട് ചോദിച്ചു, അല്പം പോയി. അപ്പം ആ സംഗതി തങ്ങളോട് പറയാൻ വന്നതാണ്. അത് വിചാരിച്ച് എനിക്ക് 6000 ദിർഹത്തിനാണ് ഞാൻ ചെല്ലിയാലും ശരിയാവില്ല കേട്ടോ. അപ്പം നമുക്ക് പണം ഇങ്ങനെ പൊരിഞ്ഞിങ്ങനെ കിട്ടുമെന്ന് വിചാരിക്കില്ല. ഏതോ വിധത്തിൽ അള്ളാഹു വിട്ടില്ല. അപ്പം അയാളെ എല്ലാ കടും അതുകൊണ്ട് തീർന്നു പോയി, സുഖമായി. അങ്ങനെയാണ്. അപ്പം ഈ 2 സലാത്തും ചൊല്ലിക്കൊള്ളു, 2 നിങ്ങൾക്കെല്ലാം അനുവാദം തന്നു. എന്നോട് ചോദിക്കാനൊന്നും വരണ്ട. മൈനമാർക്ക് മുത്തലക്കായി ഇതാകത്ത് കൊടുക്കാനും സമ്മതം തന്നു. സാധാരണക്കായി ചെല്ലാൻ ഇജാസത്തൻ മുത്തലക്കത്തെന്ന് പറഞ്ഞാൽ കൊടുക്കും ചെയ്യാം. ഇതിന് സമ്മതം അത് നിങ്ങൾ ചൊല്ലി പതിവാക്കണം.